ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായ മുട്ടാപ്പാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. മുട്ടാപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു തക്കാളി കറി കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ 2 കപ്പ് പച്ചരിയും 2 മുട്ടയും 1/2 കപ്പ് ചോറും 1 ടീസ്പൂൺ വലിയ ജീരകവും എടുത്തിട്ടുണ്ട്. വലിയ ജീരകം ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. എനിക്ക് ഈ ജീരകത്തിൻ്റെ ടേസ്റ്റ് വളരെ ഇഷ്ടമാണ്. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. അരി അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. ഇനി ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറേശ്ശെയായി മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു ഭാഗം കുക്കായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. മുട്ടാപ്പം നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള മാവ് ഒഴിച്ച് നമുക്ക് മുട്ടാപ്പം റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും വളരെ ഈസിയുമായിട്ടുള്ള മുട്ടാപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള തക്കാളി കറി കൂടി ഉണ്ടാക്കാം. കറിക്ക് വേണ്ടി ഞാനിവിടെ 2 വലിയ പഴുത്ത തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തതും, 1 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില എന്നിവ കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, സവാള, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റാം. ഇനി ഇതിലേക്ക് 2 പഴുത്ത തക്കാളി അരച്ച് പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കാം. തക്കാളി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇത് 2-3 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. കറിയൊക്കെ തിളച്ച് കുറുകി നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള തക്കാളി കറിയും റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ ഈസി ആയിട്ടുള്ള മുട്ടാപ്പവും തക്കാളി കറിയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.